ചുമന്ന കല്ലെന്നൊക്കെ പറയുന്നത് പോലെ റെഡ് റോക്ക് കേട്ടോ. നല്ല മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടോ ഇത് കഴിഞ്ഞിടയ്ക്ക് ഇടിഞ്ഞു വീണാന്നാണ് പിള്ളേർ പറഞ്ഞത്. ഇതുകൊണ്ടോ കഴിഞ്ഞിടയ്ക്ക് അങ്ങാണ്ട് ചെറിയൊരു മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഒരു മാസം മുമ്പ് ജൂൺ ജൂലൈയിൽ ആ മഴയത്ത് ഇതൊക്കെ ഇടിഞ്ഞു വീണതാ. നല്ല ആഴ്ചയുണ്ട് ഇത് കേട്ടോ എന്നാ പറഞ്ഞ പിള്ളേർ. നല്ല ആഴ്ചയുണ്ട് ഇത്. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ അത്. നല്ല കട്ടി കാണും വെള്ളത്തിന്. നമുക്കത് നീന്തി കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടോ ഇനി ഇവിടുന്ന് വെള്ളം ആദ്യം ഡാമിൽ നിന്ന് വന്ന് ഇവിടെ കളക്ട് ആവും. പിന്നെ ഇവിടുന്ന് ഇതുവഴി അങ്ങോട്ട് പോകും വെള്ളം. ഇതുകൊണ്ടോ 2 വഴി കൂടെ ഇതിലെ ഇങ്ങനെ വെള്ളം പോകും. ഞാൻ നടക്കുന്നതിൻ്റെ അടിവഴി. ഇപ്പം ഞാൻ നടക്കുന്നതില്ല, അതിൻ്റെ അടിവഴി ഇങ്ങനെ വെള്ളം പോകും. വെള്ളം പോയിട്ട് നേരെ അവിടെ ചെന്ന് കളക്ട് ആവും. ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ. ദാറ്റ്സ് ഒറിജിനൽ. അതാണ് ഒറിജിനൽ. ഇത് ആർട്ടിഫിഷ്യലാണ്. ഓക്കെ. പ്രാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വിലവ് പറയുമായിരുന്നു. ഉണ്ടോ. ഇനി ഇവിടെ നിന്ന് പിന്നെ ഈ മെഷീൻ റൂമിലേക്ക് വരും. ഈ മെഷീൻ റൂമിൽ വന്നിട്ടാണ് അത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്യൂരിഫയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെ പല സെക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ വേസ്റ്റ് വാട്ടർ വരുന്നത് കളക്ട് ചെയ്യാൻ വേറൊരു സെക്ഷൻ ഉണ്ട്. അതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ. അത് അവിടെ ഒന്ന്, പിന്നെ അപ്പുറത്ത് വേറൊന്ന്, അതിൻ്റെ താഴെ വേറൊരു സെക്ഷൻ. ആ കാണുന്ന വലിയ പൈപ്പുകളാണ്, പൈപ്പ് വഴി. അതുപോലെ തന്നെ 1, 2, 3 അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വേസ്റ്റ് വാട്ടർ ഇവിടെ കളക്ട് ചെയ്തു. വേസ്റ്റ് വരുന്ന വാട്ടർ ഇവിടെ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ പുറത്തേക്ക് അവർ വേറെ പമ്പ് വഴി പുറത്തേക്ക് ഇറക്കി വിടും. പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ആ ഭാഗത്ത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഈ കിടക്കുന്നതൊക്കെ വേസ്റ്റ് വാട്ടറാണ്. ഇതിനകത്ത് മീൻ വരെ ഉണ്ടെന്ന് പറയുന്നു. You walk, I'm coming. Video. Bus, huh? വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് വെള്ളം അപ്പുറത്തേക്ക് പോകും. അതാ കാണുന്നത്. അവിടെയാണ് ഇത് പ്യൂരിഫൈ ചെയ്യുന്നത്. പ്യൂരിഫൈ ചെയ്തിട്ട് പിന്നെ ഈ താഴെ കാണുന്നത് മൊത്തം വില്ലേജസാണ്, ചെറിയ വീടുകളാണ് അവിടെ മൊത്തം. അപ്പം അങ്ങോട്ടത്തേക്കുള്ള പൈപ്പ് സർവീസ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പണ്ടുണ്ടായിരുന്ന പോലെ പഞ്ചായത്തിൽ നിന്ന് വെള്ളം വരത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ. ഇത് ഏകദേശം ഒരു 10-50 വർഷം മുമ്പ് പണി കഴിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്. തൊട്ടടുത്തൊരു നദിയുണ്ട്, ഒരു ഡാം. അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ആദ്യം ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അത്
നേരെ ഇതിൽ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് അവിടെ ആ മെഷീൻസൊക്കെ കണ്ടോ, സൂം ചെയ്യാം. ആ മെഷീൻ റൂമിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി വന്നത്. അതിൽ പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും. ഒരു ബിൽഡിങ് ഞാൻ കാണിക്കാം. അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് അവിടെ അത് കളക്ട് ചെയ്യും. പിന്നെ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ടാങ്കുണ്ട്. ആ ടാങ്കിലേക്ക് കളക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നാണ് എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ സപ്ലൈ ആയിട്ട് പോകുന്നത്. ആ കാണുന്നത് മൊത്തം വില്ലേജസാ. ആ ലാസ്റ്റ് കാണുന്ന മൊത്തം ഫുള്ള് സൂം ചെയ്താൽ ഇതുണ്ടോ. കഴിഞ്ഞിടയ്ക്ക് അങ്ങാണ്ട് ചെറിയൊരു മഴയുണ്ടായിരുന്നു. ആ മഴ ഒരു മാസം മുമ്പ് ജൂൺ ജൂലൈയിൽ ആ മഴയത്ത് ഇതൊക്കെ ഇടിഞ്ഞു വീണതാ. നല്ല ആഴ്ചയുണ്ട് ഇത് കേട്ടോ. എന്നാ പറഞ്ഞ പിള്ളേർ, നല്ല ആഴ്ചയുണ്ട് ഇത്. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ അത്. അത് നല്ല കട്ടി കാണും വെള്ളത്തിന്. നമുക്കത് നീന്തി കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടോ ഇനി ഇവിടുന്ന് വെള്ളം ആദ്യം ഡാമിൽ നിന്ന് വന്ന് ഇവിടെ കളക്ട് ആവും. പിന്നെ ഇവിടുന്ന് ഇതുവഴി അങ്ങോട്ട് പോകും വെള്ളം. ഇതുകൊണ്ടോ 2 വഴി കൂടെ ഇതിൽ ഇങ്ങനെ വെള്ളം പോകും. ഞാൻ നടക്കുന്നതിൻ്റെ അടിവഴി, ഇപ്പം ഞാൻ നടക്കുന്നതില്ല, അതിന് അടിവഴി ഇങ്ങനെ വെള്ളം പോകും. വെള്ളം പോയിട്ട് നേരെ അവിടെ ചെന്ന് കളക്ട് ആവും. ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ. ദാറ്റ്സ് ഒറിജിനൽ. അതാണ് ഒറിജിനൽ. ഇത് ആർട്ടിഫിഷ്യലാണ്. ഓക്കെ. പ്രാവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് വില പറയുമായിരുന്നു. ഉണ്ടോ. ഇനി ഇവിടെ നിന്ന് പിന്നെ ഈ മെഷീൻ റൂമിലേക്ക് വരും. ഈ മെഷീൻ റൂമിൽ വന്നിട്ടാണ് അത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്യൂരിഫയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെ പല സെക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ വേസ്റ്റ് വാട്ടർ വരുന്നത് കളക്ട് ചെയ്യാൻ വേറൊരു സെക്ഷനുണ്ട്. അതിങ്ങനെ ഇവിടെ നിങ്ങൾ കേട്ടോ, അതവിടെ ഒന്ന്, പിന്നെ അപ്പുറത്ത് വേറൊന്ന്, അതിൻ്റെ താഴെ വേറൊരു സെക്ഷൻ. ആ കാണുന്ന വലിയ പൈപ്പുകളാണ്, പൈപ്പ് വഴി. അതുപോലെ തന്നെ 1, 2, 3 അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വേസ്റ്റ് വാട്ടർ ഇവിടെ കളക്ട് ചെയ്തു. വേസ്റ്റ് വരുന്ന വാട്ടർ ഇവിടെ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ പുറത്തേക്ക് അവർ വേറെ പമ്പ് വഴി പുറത്തേക്ക് ഇറക്കി വിടും. പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ആ ഭാഗത്ത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഈ കിടക്കുന്നതൊക്കെ വേസ്റ്റ് വാട്ടറാണ്. ഇതിനകത്ത് മീൻ വരെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ആ ഒരു ലെവൽ കാണിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിങ്ങനെ വെള്ളം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരും വെള്ളം. ആദ്യം ഞാൻ കാണിച്ചല്ലോ അവിടെ, അത് കളക്ട് ആവും. പിന്നെ ഇവിടെ വന്നിട്ട് അത് ഫസ്റ്റ് പ്യൂരിഫിക്കേഷൻ്റെ സ്റ്റെപ്പ് എടുക്കും. ഫസ്റ്റ് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് എടുത്തിട്ട് വേസ്റ്റ് എല്ലാം ഇവിടെ കളക്ട് ചെയ്യും. ഈ കാണുന്നതെല്ലാം വേസ്റ്റ് വാട്ടറാണ്. ഇതെല്ലാം വേസ്റ്റ് വാട്ടറാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ ഫസ്റ്റ് പ്യൂരിഫിക്കേഷന് കളക്ട് ചെയ്ത വാട്ടർ അത് പിന്നെ അപ്പുറത്തേക്ക് പോകും, അങ്ങോട്ട് പോകും. ഇതിലെ ഈ സൈഡിൽ കൂടെ അപ്പുറത്ത് വരും കേട്ടോ. അവിടെ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് പിന്നെ ഇതിൽ താഴേക്ക് ഇതിൻ്റെ ഫൈനൽ പ്രൊസസ്സിന് വേണ്ടി അങ്ങോട്ട് പോകും. അത് ലാസ്റ്റ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കത് അങ്ങോട്ട് കയറാനുള്ള അനുവാദമില്ല. അത് ഇച്ചിരി സ്ഥലം എന്താ പറയുക, മെഷീൻസും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡേഞ്ചറസ് ആണെന്നാണ് അവർ പറയുന്നത്. ഇതിലിങ്ങനെ കണ്ടോ അതങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
പത്മനാഭപുരം വാട്ടർ പ്യൂരിഫയറാണിത്. നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ പറഞ്ഞ് ഇവിടെ നിന്നില്ല.